ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മറ്റൊരു RN ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ ക്വസ്റ്റ്യനും 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അവിടെ ഒരു ഈവൻറ്റ് പാർട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യനും അങ്ങനെ ഒരു ഈവൻറ്റ് പാർട്ടുണ്ട്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ പാർട്ടുണ്ട് ആൻഡ് ഓപ്ഷൻസ് ഉണ്ട്. Okay, so first of all, we need to read the question very carefully, and you can even underline the keywords. So here, the nurse is caring for a client who was just returned from the recovery room after undergoing abdominal surgery. എന്ന് പറഞ്ഞാൽ ഈ പേഷ്യന്റ് റിക്കവറി റൂമിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. ആഫ്റ്റർ അണ്ടർഗോയിങ് അബ്ഡോമിനൽ സർജറി. അപ്പോൾ ഈ പേഷ്യൻറ്റിന് അബ്ഡോമിനൽ സർജറി കഴിഞ്ഞു, റിക്കവറി റൂമിൽ ഒരു ഒബ്സർവേഷനും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിരിക്കുന്ന പേഷ്യൻറ്റിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേഴ്സ്. അതാണ് ഇവിടുത്തെ ഈവൻറ്റ് പാർട്ട്. ദ നേഴ്സ് ഷുഡ് മോണിറ്റർ ഫോർ വിച്ച് ഏർലി സൈൻ ഓഫ് ഹൈപ്പോവോളിമിക് ഷോക്ക്. ഏർലി സൈൻ. That is the key word there. That is a strategic word there. Then sign of hypovolemic shock. So I hope you people know this hypovolemic shock. And what happens? Hypovolemic shock ആ പേരിനകത്ത് തന്നെയുണ്ട്. വോളിയം കുറയുന്നത് കൊണ്ട് പേഷ്യൻ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഷോക്കാണ് ഹൈപ്പോവോളിമിക് ഷോക്ക്. ഒരു അബ്ഡോമിനൽ സർജറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മേജർ സർജറിയാണ്. അപ്പോൾ അതിനുശേഷം ആ സർജറി ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ സർജറി ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, എസ്പെഷ്യലി ഡ്യൂറിങ് ദ സർജറി. അപ്പോൾ ഈ ഹൈപ്പോവോളിമിക് ഷോക്കിന് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു കോംപ്ലിക്കേഷൻ ആണ്, അതങ്ങനെ ഉണ്ടാകരുത്. അതിനുവേണ്ടി നമ്മൾ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ലക്ഷണം കാണിച്ചാലാണ് പേഷ്യൻ്റ് ഹൈപ്പോവോളിമിക് ഷോക്കിലേക്ക് പോകുന്നു എന്ന ഒരു ഡൗട്ട് നേഴ്സിന് തോന്നേണ്ടത്, അല്ലെങ്കിൽ നേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടത്. ഇവിടെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് സ്ലീപ്പിനെസ് പറയുന്നു, ഇൻക്രീസ്ഡ് പൾസ് റേറ്റ് പറയുന്നു, ഇൻക്രീസ്ഡ് ഡെപ്ത് ഓഫ് റെസ്പിറേഷൻ പറയുന്നു, ഇൻക്രീസ്ഡ് ഓറിയന്റേഷൻ ടു സറൗണ്ടിങ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് പിക്ചറൈസ് ചെയ്യുക. പേഷ്യൻ്റ് റിക്കവറി റൂമിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്, അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആണ്, പേഷ്യൻ്റ് ഈസ് അണ്ടർ മോണിറ്ററിങ്. അപ്പോൾ പേഷ്യൻറ്റിന് ഉണ്ടാകാൻ സാധ്യതയുള്ള പല പല കാരണങ്ങളുണ്ട്, പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം അതിനകത്ത് ഈ ഹൈപ്പോവോളിമിക് ഷോക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അതേസമയം ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഒരു 24 hours ശേഷമാണ് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിന് സാധ്യത. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹൈപ്പോവോളിമിക് ഷോക്കിൻ്റെ ഒരു ഏർലി സൈൻ എന്ന് വെച്ചാൽ ഹൈപ്പോവോളിമിക് ഷോക്കിലേക്ക് പോയേക്കാം. അതിനകത്ത് തന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഏർലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് വേർഡാണ്. ഏർലി സൈൻസും ഉണ്ട്, ലേറ്റ് സൈൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഈ സ്ലീപ്പിനെസ് എന്ന് വെച്ചാൽ ഒരു ഉറക്കം തൂങ്ങിയ ഒരു മട്ട്. ഇവിടെ നമ്മൾ ഈ പേഷ്യൻ്റ് അബ്ഡോമിനൽ സർജറി ഒക്കെ കഴിഞ്ഞ് വരുന്ന പേഷ്യൻ്റ് ഇപ്പോൾ മേജർ സർജറിയാണ്, ജനറൽ അനസ്തീഷ്യ ആയിരിക്കാം പേഷ്യൻറ്റിന് കിട്ടിയിട്ടുണ്ടാവുക ഉറപ്പായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ലീപ്പിനെസ് ഒരു സ്വാഭാവികമായ ഒരു ലക്ഷണമാണ്. അത് ഒരു ഹൈപ്പോവോളിമിക് ഷോക്കിൻ്റെ ലക്ഷണമാകാനുള്ള സാധ്യത കുറവാണ്. സോ വി ക്യാൻ എലിമിനേറ്റ് ദാറ്റ്. ദെൻ ഇൻക്രീസ്ഡ് പൾസ് റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻ്റ് ഷോക്കിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഈ ബ്ലഡ് ലോസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ സർക്കുലേറ്റിംഗ് ബ്ലഡിൻ്റെ വോളിയം കുറയുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഹാർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഹാർട്ടിൻ്റെ നമ്പർ ഓഫ് ബീറ്റ്സ് കൂട്ടുക, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂട്ടുക. ഈ ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പൾസ് റേറ്റ് കൂടുന്നു. അപ്പോൾ ഇത് ഒരു പോസിബിൾ ഓപ്ഷനാണ് എന്ന് വെച്ചാൽ സാധ്യതയുണ്ട്. ഹൈപ്പോവോളിമിക് ഷോക്കുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് ഈ ഇൻക്രീസ്ഡ് പൾസ് റേറ്റ് എന്ന് പറയുന്നത്. എനിവേ,
അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാറായില്ല. നമ്മൾ അടുത്ത ഓപ്ഷൻസിലേക്കൊക്കെ പോകുന്നു. ഇൻക്രീസ്ഡ് ഡെപ്ത് ഓഫ് റെസ്പിറേഷൻ. ഡെപ്ത് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് കൂടുതൽ ആഞ്ഞ് ശ്വാസം വലിക്കുന്നു. ഇത് വീണ്ടും എന്താ പറയുക, ഓക്സിജന്റെ അളവ് കുറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ, അല്ലെങ്കിൽ പേഷ്യൻ്റ് കൂടുതൽ ശ്വാസം ആഞ്ഞ് വലിക്കുന്നത്. അപ്പോൾ ഇവിടെ വോളിയം കുറഞ്ഞാൽ, സർക്കുലേറ്റിംഗ് ബ്ലഡ് വോളിയം കുറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഈ സാധ്യത ഇത് റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് ഹാർട്ടും സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതും സത്യം പറഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇത് ഒരു ലേറ്റ് സൈൻ ആണ്. അപ്പൊ ഇതൊരു പോസിബിൾ സൈൻ എന്ന് പറഞ്ഞ് നമുക്ക് മാർക്ക് ചെയ്യാം, എന്നാൽ പോലും അതൊരു ലേറ്റ് സൈൻ ആണ്. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് വന്നാൽ ഇൻക്രീസ്ഡ് ഓറിയന്റേഷൻ ടു സറൗണ്ടിങ്സ്. ഇപ്പൊ നമുക്കറിയാം, ഒരു അബ്ഡോമിനൽ സർജറി ഒക്കെ കഴിഞ്ഞാൽ പേഷ്യന്റ് ആദ്യം കുറച്ചിങ്ങനെ മയക്കത്തിലും ഒക്കെ ആയിരിക്കും, അല്ലേ, അനസ്തീഷ്യയുടെ ഇഫക്റ്റ് കൊണ്ട്. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ പേഷ്യൻ്റ് കൂടുതൽ കോൺഷ്യസ്നെസ്സിലേക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വരുന്നതിനനുസരിച്ച് ഈ ഓറിയന്റഡ് ടു ടൈം, പ്ലേസ്, ഡേ, പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് ഹൈപ്പോവോളിമിക് ഷോക്കിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ഈ രണ്ടെണ്ണമാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു, ഈ ഇൻക്രീസ്ഡ് ഡെപ്ത് ഓഫ് റെസ്പിറേഷൻ ഒരു പോസിബിൾ സൈൻ ആണെങ്കിലും അതൊരു ലേറ്റ് സൈൻ ആണ്. സോ ഫൈനലി വി ക്യാൻ സെലക്ട് ദിസ് ആസ് ദി ആൻസർ. ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് പൾസ് റേറ്റ് ആണ് ഹൈപ്പോവോളിമിക് ഷോക്കിന്റെ ഒരു ഏർലി സൈൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഇവന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, ക്വസ്റ്റ്യൻ പാർട്ടിലെ സ്ട്രാറ്റജിക് വേർഡ്സ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും ഓപ്ഷൻസിലെ പ്രത്യേകതയുള്ള, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനിയും മറ്റു വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തുടർന്നും കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.